ഡെസ്റ്റിനേഷൻസ്. ഓസ്ട്രിയയിലെ സാൾസ്ബുർഗ് എന്ന ഒരു സ്ഥലത്തേക്കും അതേപോലെ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലേക്കുള്ള ഒരു യാത്രയുടെ ക്ലിപ്പിങ്സാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ സാൾസ്ബുർഗിലേക്കും ഓസ്ട്രിയയുടെ പല ഭാഗങ്ങളിലേക്കും ജർമ്മനിയിൽ നിന്ന് പോകാൻ വളരെ എളുപ്പമാണ്. ജർമ്മനിയുടെ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് ഒരു 4-5 മണിക്കൂറിൻ്റെ ട്രെയിൻ ട്രിപ്പിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയും. സാൾസ്ബുർഗ് എന്ന് പറഞ്ഞാൽ ഒരു സാൾട്സ് എന്ന് പറഞ്ഞാൽ സോൾട്ട് എന്നാണ് അർത്ഥം. ജർമ്മൻ ഭാഷ, ഓസ്ട്രിയയിൽ ജർമ്മൻ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഫ്രൈബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജർമ്മനിയിലെ അവിടുന്ന് മ്യൂണിക്കിലേക്ക് പോയിട്ട് മ്യൂണിക്കിൽ നിന്ന് ഒരു 4 hours ട്രെയിനിൽ മ്യൂണിക്കിലേക്കും ഒരു 1 or 2 hours 2-3 hours ട്രെയിൻ യാത്ര ആണ് ഫ്രൈബുർഗ് എന്നുള്ള സൗത്ത് ജർമ്മനിയിലത്തെ ഫ്രൈബുർഗ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിൻ യാത്ര ജർമ്മനിയിൽ നിന്ന് സാൾസ്ബുർഗിലേക്ക് പോയി. അപ്പോൾ സാൾസ്ബുർഗിൽ ഒരു റോക്ക് സോൾട്ട്, നമ്മളിപ്പോൾ പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് റോക്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പിങ്ക് കളറിൽ കിട്ടുന്നുണ്ട്. മുമ്പ് നമ്മുടെ വിചാരം ഉണ്ടായിരുന്നത് ഈ സമുദ്രത്തിൻ്റെ പ്രദേശത്ത് നിന്ന് മാത്രമാണ് നമ്മൾ ഉപ്പ് ഖനനം ചെയ്യുന്നതെന്നാണ് ഉണ്ടായിരുന്നത്. ഞാനങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ മുതലാണ് ഈ റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞ റോക്സിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് മനസ്സിലായത്. ഇതൊക്കെ ഒരു 10 വർഷം മുന്നേ നടത്തിയ യാത്രയാണ്. അതിൻ്റെ അധികം കൃത്യമായ വീഡിയോസൊക്കെ ചിലതൊക്കെ എടുത്തിരുന്നൊക്കെ നഷ്ടപ്പെട്ടു. ചില ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ചില വീഡിയോ ക്ലിപ്പിങ്സാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോൾട്സ് മൈനിലേക്ക് നമ്മൾ ഒരു ബോട്ട് കയറി പോകാൻ വേണ്ടി ഉള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. ഓസ്ട്രിയയിൽ റിസർച്ച് ചെയ്തിരുന്ന എൻ്റെ ഒരു കസിനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ബോട്ടിൽ ഇരുന്ന് സുഹൃത്തുക്കളെല്ലാം കൂടി എടുത്തൊരു ഫോട്ടോയും ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂവുമാണ്. ഈ ബോട്ട് കയറി ചെന്നതിന് ശേഷം അപ്പുറത്തുനിന്ന് നമ്മളൊരു ടിക്കറ്റ് എടുത്തതിന് ശേഷം 40 യൂറോൻ്റെ ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു റോപ്പ് വേയിൽ ഒരു കേബിൾ കാറിലാണ് അങ്ങോട്ട് കുറച്ച് ദൂരം പോകുന്നത്. റോക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ ആ ടണലിൻ്റെ മുൻപേ ആയിട്ട് ഇങ്ങനെ ചില മ്യൂസിയം പോലെ ചെറിയ പണ്ടത്തെ ഫോസിലുകളും കണ്ടെടുത്ത പണ്ട് ഇവിടെ റോക്സിനിടയിലെല്ലാം ഈ മൈനിങ്ങിന് പോയവരുടെ അവശിഷ്ടങ്ങളൊക്കെ വച്ചിട്ടുള്ളതുണ്ട്. കൂടാതെ പിന്നെ ഈ ടണലിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒരു ചെറിയൊരു ട്രെയിൻ മാതിരി, അതായത് ഒരു കുട്ടികൾക്ക് കളിക്കുന്ന ട്രെയിൻ മാതിരി ഒരു മരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണത്തിന് മുകളിൽ നമ്മൾ കയറിയിരുന്ന് അങ്ങോട്ട് കുറേ ദൂരം അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം. കുറച്ച് കിലോമീറ്റർ 1-2 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടേക്കാണ് ഈ പർവ്വതത്തിനുള്ളിൽ ഉപ്പ് ഖനനം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഈ ആൽപ്സ് പർവ്വതനിരയുടെയൊക്കെ ഒരു ഏരിയ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതൊക്കെ ആ പ്രദേശത്ത് തന്നെയുള്ള പരിസരത്തുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ്. ഈ സാൾസ്ബുർഗ് എന്ന് പറയുന്ന സൾസാക്ക് റിവറിൻ്റെ ഒരു ഏരിയ ആയിട്ടും ആണെന്ന് കാണാം. അതേപോലെ അവിടെ ഈ ഒരു വൂൾസ് ബാങ്ക് സീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഡൈവിങ് സെൻറ്റർ ഉണ്ട്. അവിടെ ഒരു ഡൈവിങ്ങിനും നമ്മൾ പോവുകയുണ്ടായി. ഇത് സൗണ്ട് ഓഫ് മ്യൂസിക് ടൂർ എന്ന് പറഞ്ഞ ഒന്ന് സാൾസ്ബുർഗിലെ പ്രശസ്തമാണ്. സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ മൂവി 1959-1964 ഉള്ളത് സാൾസ്ബുർഗിൽ വെച്ചിട്ടാണ്
ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെമ്മറി ആയിട്ടാണ് അതുള്ളത്. ആ മൂവിയിൽ ഓരോ പാട്ടും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണത്. പിന്നെ ഹോഹൻ സാൾസ്ബുർഗ് ഫോർട്രസിൻ്റെ ഒരു പരിസരവും ആണ് ഈ കാണുന്നത്. അവിടെ അതിന് മുന്നിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്പ്രിങ് ടൈം ആയിരുന്നു ഞാൻ പോയ സമയം. സ്റ്റാച്യൂസും ഒക്കെയുള്ള ഒരു ഏരിയയാണത്. പിന്നീട് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലേക്ക് പോയി. അവിടെ നിന്നുള്ള ചില ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ഈ പ്രശസ്തമായ പാർലമെൻറ്റ് മന്ദിരം, പിന്നെ പ്രധാനമായും കണ്ടത് ചില പാലസസും ഫോർട്ടസുകളാണ്. അതാണ് ബെലവെഡറെ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോംപ്ലക്സ് ഉണ്ട് അതിൻ്റെ. അവിടെ പ്രശസ്തമായ മ്യൂസിയങ്ങളൊക്കെയാണുള്ളത്. പ്രത്യേകിച്ചും ഗുസ്താവ് ക്ലിംറ്റ് എന്ന് പറഞ്ഞ ആളുടെ പ്രശസ്തമായ പെയിൻറ്റിങ്സും ഒക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ചില ചിത്രങ്ങളുണ്ടായിരുന്നു, അതിപ്പോൾ കയ്യിലില്ല. പിന്നെ അതിന് ചുറ്റുമുള്ള ഈ ചില സ്കൾപ്ചേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ കൂടാതെ വിയന്നയിൽ തന്നെ കണ്ട ഒരു പ്രത്യേക സ്ഥലം ഒരു ബട്ടർഫ്ലൈ മ്യൂസിയമാണ്. അതിൻ്റെ ഒരു വ്യൂയും ഇവിടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു യാത്രയുടെയോ മറ്റൊരു പുസ്തകത്തിൻ്റെയോ വാർത്തയുമായി പിന്നീട് വരാം.